ഇറക്കി വിടുന്ന അറിയാം. അപ്പൊ തിന്നണ്ട് കരഞ്ഞു. പിന്നെ കുവൈറ്റി കൊണ്ട് ഇവിടുത്തെ ക്ലാസ് നിർത്തുക. അഡ്വക്കേറ്റ് വന്നിട്ട് നമ്മളെ പിക്ക് ചെയ്തിട്ട് നമ്മൾ ആളുടെ കാറിലാണ് നേരെ സ്റ്റേഷനിൽ പോയത്. കിഡ്നാപ്പ് ചെയ്തു എന്നാണ് കേസ് വന്നേക്കണം. ഹായ്, അപ്പോൾ നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും പിന്നെയും സ്വാഗതം. ഇത് ഇന്നലെ ഞങ്ങളുണ്ടല്ലോ അടിപൊളിയായിട്ട് ഒരു 36 ആണോ മിനിറ്റ്സ് എടുത്ത് വെച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ഫോണിന്റെ സ്റ്റോറേജ് അങ്ങോട്ട് കഴിഞ്ഞു. വീഡിയോ സേവ് ആയി. അത് എനിക്കറിയാം, വീഡിയോ സേവ് ആയില്ല. സാധാരണ സേവ് ആവാറുള്ളത് എന്താണോ, കഷ്ടകാലാണോ? മറ്റേ ഞങ്ങള് മണ്ടന്മാരെ പോലെ കുറച്ച് സ്പേസ് ഉണ്ടാക്കിയിട്ട് പിന്നെ ലൈക്ക് എൻ്റെ ഇല്ലേ നമ്മൾ, അപ്പൊ അതിന് വേണ്ടിട്ട് നമ്മള് ഗൈസ് നമ്മൾ സാധാരണ പറഞ്ഞ പോലെ നമ്മുടെ സ്പേസ് കഴിഞ്ഞു, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞിട്ട് എല്ലാവരും ഒരു വീഡിയോ മാത്രം, 1 മിനിറ്റിന്റെ ഒരു വീഡിയോ മാത്രം എന്താ ചെയ്യാൻ നോക്കണേ. അപ്പോൾ എല്ലാം വിട്, ഇന്ന് സ്പേസ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. വട്ടവർ അത്യാവശ്യം സ്പേസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഐഫോണിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്നുള്ള പറഞ്ഞ കാര്യം ഇതാ. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മൾ തിരിച്ച് ബാംഗ്ലൂർക്ക് പോയി. കഴിഞ്ഞ വ്ളോഗിൽ ബാംഗ്ലൂർ പോയി, ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ച് ഇതിന് മുന്നുണ്ടല്ലോ ഞങ്ങളുടെ അടുത്ത് ഒരു കാര്യം പറയാണ്, ഒരു ഡിസ്ക്ലൈമർ പോലെ എടുത്താൽ മതി. സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് കണ്ടിട്ട് ആരും ഇൻസ്പയർ ആവരുത്. ഇത് കണ്ടിട്ട് ആരും ഇതുപോലെ ചെയ്യണം, ഇതേപോലെ തന്നെ നിങ്ങളുടെ ലൈഫ് ആവുമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. ഭയങ്കര പ്രശ്നങ്ങൾ നിറഞ്ഞിട്ടുള്ള ഒരു ടൈമായിരുന്നു എനിക്ക്. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തന്നെ കുറെ കയ്യിൽ നിന്ന് പോയ ടൈമുകളുണ്ടായിരുന്നു. ഇനി നടക്കൂ, പോലീസ് സ്റ്റേഷൻ, കോർട്ട്, അത് എന്തൊക്കെ സാധനങ്ങളാ വന്നിട്ടുണ്ടാന്ന് അറിയും. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഞങ്ങളെ കണ്ടിട്ട്, ഞങ്ങളുടെ ഈ വീഡിയോ കണ്ട് ഇൻസ്പയർ ആയിട്ട് ആരൊന്നും ചെയ്യരുത്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ചെയ്യുക. അതിൽ പിന്നെ ഒരു ഇതും വരരുത്. നമ്മുടെ അടുത്ത് പിന്നെ ഇതിനെ പറ്റിയിട്ട് ചോദിക്കാൻ വന്നാലും കുഴപ്പമില്ല, പക്ഷെ ഇതാരും ഇൻസ്പയർ ചെയ്യരുത്. ഇതൊരു മോട്ടിവേറ്റ് ആയിട്ട് അല്ലെങ്കിൽ മോട്ടിവേഷനായിട്ട് കണ്ടിട്ട് ഇതെടുത്തിട്ട് ചെയ്യാൻ നിൽക്കണ്ട. ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. ഞങ്ങൾ ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ പോയ സമയത്ത് ഭയങ്കരമായിട്ട് പൈസക്ക് ബുദ്ധിമുട്ടിയായിരുന്നു. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ വരും. അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങാം. ഓക്കെ, അപ്പോൾ നമ്മളെന്താ ചെയ്ത്, ഇവിടുന്ന് ബാംഗ്ലൂർ പോയി. നമ്മളിവിടുന്ന് അല്ല അത് പറയാനേ, അതിൻ്റെ ബാലൻസ് പറയാം. ഇവിടുന്ന് നമ്മൾ ഒളിച്ചോടി പറയുമ്പോൾ എനിക്കൊരു രസം തോന്നും. നമ്മൾ രണ്ടാളും ജീവിക്കാൻ വേണ്ടിയിട്ട് ഒളിച്ചോടി, അങ്ങനെ പറയണം. നമ്മൾ പോയി ഒളിച്ചോടൊന്നല്ല കേട്ടോ ആക്ച്വലി ഞങ്ങൾ ചെയ്തത്. ഞങ്ങളെല്ലായിടത്തും പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ ഞങ്ങളെല്ലായിടത്തും പറഞ്ഞിട്ട് ഞങ്ങൾ പോയി ബാംഗ്ലൂർ പോയി. ബാംഗ്ലൂരിൽ നിന്ന് പോലീസ് സ്റ്റേഷനിൽ തിരിച്ചു വിളിച്ച് വരാൻ പറഞ്ഞു. അങ്ങനെ സൺഡേ ഞങ്ങളെത്തി. സൺഡേ പറഞ്ഞല്ലോ ഞങ്ങള് എവിടുന്നാണ് പോയ റൂം തിരിച്ചു വന്നിട്ട് സെയിം റൂം എന്നെടുത്ത് അങ്ങനെ റൂം എടുത്ത് അവിടെ നിന്ന് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ എൻ്റെ സൈഡിൽ നിന്ന് ഫസ്റ്റ് ടൈം പറഞ്ഞു. കാരണം ഫസ്റ്റ് ടൈം ഫ്രെയിമിക്ക് വരുന്നത് അവരാണ്. എൻ്റെ സൈഡിൽ നിന്ന് വന്നത് എൻ്റെ ഉമ്മയുടെ ഉമ്മമ്മ, പിന്നെ എൻ്റെ കസിൻ. ഞാൻ പറഞ്ഞില്ലേ എന്നെ ഫോണ് വിളിച്ചിട്ട് ഹെൽപ്പ് ചെയ്തു എന്ന് പറഞ്ഞില്ലേ, ലൈക്ക് പോലീസുകാർ ഇങ്ങനെ ട്രേസ് ചെയ്യുന്നതിൻ്റെ കസിൻ, അവളും ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ മാമ, ഉമ്മയുടെ അനിയൻ, ഇവർ 3 പിന്നെ ഒരു അഡ്വക്കേറ്റും ഉണ്ടായിരുന്നു എൻ്റെ സൈഡിൽ നിന്ന്. അപ്പം 4 ആളാണ് എൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടായിരുന്നത്. രാവിലെ ഒരു 10 മണിക്ക് പോലീസ് സ്റ്റേഷനിൽ എത്തണമെന്ന് പറഞ്ഞു. തൃശ്ശൂർ പോലീസ് സ്റ്റേഷനാണ്. ഏതാ പോലീസ് സ്റ്റേഷൻ എന്ന് എനിക്കറിയില്ല. അവിടെ ഈസ്റ്റ് വെസ്റ്റ് അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ടല്ലോ, അപ്പോൾ എനിക്കറിയില്ല. അപ്പോൾ ഇത് കംപ്ലൈൻറ്റ് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവളുടെ കോളേജ് നിൽക്കുന്ന ഏരിയയിലുള്ള പോലീസ് സ്റ്റേഷനിലാണ് കംപ്ലൈൻറ്റ് പോയിക്കണത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവളെ കോളേജിൽ വെച്ചിട്ട് കിഡ്നാപ്പ് ചെയ്തു, അല്ലെങ്കിൽ കോളേജിൻ്റെ പരിസരത്ത് വെച്ച്, കോളേജിൽ നിന്നാണല്ലോ മിസ്സായി. സോ ആ ഒരു ഏരിയയിലാണ് വന്ന് കിഡ്നാപ്പ് ചെയ്തു എന്നാണ് കേസ് വന്നേക്കണം. അങ്ങനെ ഞങ്ങൾ രാവിലെ എന്ത് ചെയ്തു, അഡ്വക്കേറ്റ് വന്നിട്ട് നമ്മളെ പിക്ക് ചെയ്തിട്ട് നമ്മൾ ആളുടെ കാറിലാണ് നേരെ സ്റ്റേഷനിൽ പോയി. നമ്മളെ രണ്ടാളിനെയും ഉള്ളിൽ കയറ്റിയിരുത്തി. എന്ന് പറഞ്ഞാൽ ഇവളെ ഇവിടെ ഇരുത്തി, ഇന്നെ കുറച്ചപ്പുറത്ത് എന്ന് പറഞ്ഞാൽ നല്ല ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് ഇരുത്തിയിട്ട് നമ്മൾ ബാക്കി പ്രൊസീജിയേഴ്സിന് എന്താ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ പെട്ടെന്ന് അടുത്തൊരു അത്യാവശ്യം വലിയ പോലീസുകാരനെ തോന്നുന്നു. എനിക്ക് അവരുടെ പൊസിഷനും കാര്യങ്ങളൊന്നും അറിയത്തില്ല. കുറച്ച് വലിയ ആൾ വന്നിട്ട് ഇവരെന്താ ഒരുമിച്ച് ഇരുത്തിക്കണേ, അവനെ പുറത്ത് വിടുമെന്ന് പറഞ്ഞിട്ട് എന്നെ പുറത്ത് വിട്ടു. അവളെ മാത്രം അവിടെ എത്തി. കാരണം ഇവൾക്ക് അവിടെ എനിക്കെതിരെ അല്ലെങ്കിൽ എന്നെ മിസ്സായി എന്ന് പറഞ്ഞിട്ടല്ലോ കേസ് വന്നിരിക്കുന്നത്. ഇവളെ മിസ്സായി, ഇവളെ
കിഡ്നാപ്പ് ചെയ്താരാ ഞാൻ. സോ എന്നെ പുറത്തോട്ട് അങ്ങനെ ഞാൻ പുറത്തു പോയി. പിന്നെ ഇവളായി കുറച്ചേറെ ഞങ്ങൾ ഒരുമിച്ചിരുന്നാണ്. അതിൻ്റെ ഇടയിൽ ആരും നമ്മളടുത്ത് വന്ന് സംസാരിച്ചൊന്നുമില്ല അല്ലേ ഈ ഒരു സംഭവം എൻ്റെ പുറത്തു പോകാൻ പറഞ്ഞു. പിന്നെ അതിന് ശേഷം ഞാൻ പുറത്തു പോയ സമയത്ത് പിന്നെ അലീനയുടെ കാര്യം പറയും മൊഴി എടുക്കാനൊക്കെ അല്ലേ. ഞങ്ങൾ പിന്നെ പറഞ്ഞില്ല തീരെ ഒന്നിച്ചിരുത്തണില്ല. ആകെ ഒരു തിങ്ക് അവിടെ ഞങ്ങൾ 10 മണിക്ക് എത്തിയതാ. എൻ്റെ വീട്ടുകാർ വരാൻ വെയിറ്റ് ചെയ്യുക. അവിടെ കുറച്ച് നേരം ഒരു 10 മിനിറ്റ് മാക്സിമം ഞങ്ങൾ ഇതേപോലെ ഒന്നിച്ച് നിന്നുണ്ടോ. ബാക്കി ഫുൾ അപ്പുറത്തും പിന്നെ പുറത്തേക്ക് വിട്ടു പോകാനായിട്ട് എന്നെ അവിടെ ഇരുത്തി എൻ്റെ മൊഴി എടുക്കാൻ നിൽക്കുക. അപ്പം ഞാൻ കുറേ ഇങ്ങനെ അവരെന്നെയുള്ള എഴുതുക. അവർ എഴുതുക ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട്. ഇങ്ങനെ ചോദിക്കും വീട്ടിലേക്ക് പോവല്ലേ പറയും. അല്ലാതെ ഞാൻ പറഞ്ഞു വീട്ടിലല്ലേ പോകണത്, എൻ്റെ വീട്ടിൽ പോകാതെ ഇങ്ങനെ. അപ്പോൾ അല്ല വീട്ടിൽ പോകണില്ല എന്ന് തന്നെ ഞാൻ പറഞ്ഞു. അപ്പോൾ അവരത് എഴുതണില്ല. അവർ പിന്നെയും ഡിലേ ആക്കി. പിന്നെ അത് കഴിഞ്ഞ് ഐ തിങ്ക് ഞങ്ങൾ 10 മണിക്ക് എത്തി. ഇവളുടെ ഫാമിലി വന്നിട്ടുണ്ടായിരുന്നില്ല. ഇവളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് ആക്ച്വലി അവർ തന്നെ വെയിറ്റ് ചെയ്യണം. ടോട്ടലി അവിടെ ഉള്ളവരൊക്കെ വെയിറ്റ് ചെയ്യണം ഇവളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ്. കാരണം ഇവളുടെ ഫാമിലി വന്നിട്ട് വേണം അതിനൊരു തീരുമാനം ഉണ്ടാക്കി. എന്നിട്ട് എന്ത് ഇവള് പറയണമെന്ന് അറിയണ്ടല്ലോ. എന്നിട്ടല്ലേ ബാലൻസ് കംപ്ലീറ്റ് ചെയ്യാം. സോ പിന്നെ ഒരു എത്ര ഐ തിങ്ക് ഒരു 11:30 എന്തായപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് അവരെത്തണം. അപ്പോൾ ഇത് ഞാൻ ആദ്യം ഇരിക്കണ പുറത്തത്തെ റൂമിൽ തന്നെ, കയറുമ്പോൾ തന്നെ ഉള്ള റൂമില്ല. ഇവനെ തൊട്ട് പുറത്ത് നിർത്തിയേക്കണേ. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അകത്തേക്ക് കൊണ്ടുപോയി. അല്ല അതിൻ്റെയും കുറേ മുന്നകത്ത് പോയി. എന്നിട്ട് പിന്നെ പുറത്തുനിന്ന് ഞാൻ കാണണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയ വണ്ടിയിൽ ഒരു ഇന്നോവ തോന്നുന്നു അങ്ങനത്തെ ഒരു കാറിൽ ഒരു 7 ആൾക്കാരോ 8 ആൾക്കാരോ എനിക്ക് കറക്റ്റ് നമ്പർ ഓർമ്മയില്ല. ബട്ട് അത്ര ആൾക്കാരുണ്ടായിരുന്നു. അവർ നേരെ വരുന്നു, ഞാൻ പുറത്തേക്കണു. ഇവരെല്ലാവരും ഒറ്റ കേരള ഉള്ളിലേക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ അതിൻ്റെ ഇടയിലൊക്കെ ചോദിക്കുന്നുണ്ട് വെള്ളമൊന്ന് കാണാൻ പറ്റുമോ വെള്ളം സംസാരിക്കാൻ പറ്റുമോ. ആ ഫസ്റ്റ് ഇറക്കിയില്ല. അതിന് ശേഷം വെള്ളം ഞാൻ കണ്ടിട്ടില്ല. പിന്നെ കുറച്ച് നേരത്തില്ല കുറേ നേരത്തിന് ഇവിടെ ഫാമിലി വന്നു. അവരെല്ലാവരും കൂടി കയറി. ഇവരൊക്കെ ഇങ്ങനെ റോങ് നോട്ടൊക്കെ നോക്കിയിട്ട് കയറുന്നത്. അതൊന്നും സ്വാഭാവികമായിട്ടുള്ള കാര്യമില്ല. അവരുള്ളിൽ കയറിയപ്പോൾ എനിക്ക് ഒബ്വിയസ് ആയിട്ട് നമുക്ക് പേടി വരില്ലേ. അവളുടെ ഫാമിലി ജസ്റ്റ് ഒന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവളുടെ ഫാമിലി ഒന്ന് നിർബന്ധിച്ച് വിളിച്ചു കഴിഞ്ഞാൽ അവൾ എന്തായാലും പോവും. അങ്ങനത്തെ ഒരു സാധനം എനിക്ക് വന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ അവൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത എനിക്ക് വരുന്നത് കിഡ്നാപ്പിംഗ് കേസിൽ ഞാൻ അകത്തു പോകും. പിന്നെ ഞാൻ ഇങ്ങനെ എണ്ണേണ്ടി വരും ഓരോന്ന് അഴികൾ. അപ്പോൾ പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് അവർ കയറിപ്പോയി. പിന്നെ അലീന ബാക്കി പറയും. അവരൊക്കെ അകത്ത് വന്നു. എന്നിട്ട് അതിൽ എൻ്റെ പപ്പ, മമ്മി, എൻ്റെ ഒരു കസിൻ, എൻ്റെ അങ്കിള്, പിന്നെ പോലീസ്, ഇത്രയൊക്കെ ഓർമ്മയുള്ളൂ. എന്തായാലും ഇത്രയും പേരുണ്ടായിരുന്നു. അതിൽ ആദ്യം എല്ലാവരും കൂടി നിൽക്കുന്നുണ്ടായിരുന്നത്. ഞാനവിടെ ഇരിക്കണം, പപ്പയും മമ്മയും ഇവിടെ ഇരിക്കണം, ബാക്കി എല്ലാവരും ഇവിടെ നിൽക്കുക. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ ചോദിക്കുക എന്താ അലീനെ കാണിക്കണേ. പിന്നെ അവരൊക്കെ ഇറക്കി വിട്ടു. ഞാനും പപ്പയും മമ്മയും മാത്രമേ. അതിലിങ്ങനെ മമ്മി തോന്നുന്നു ഇങ്ങനെ പറഞ്ഞു വരികയാണെങ്കിൽ വന്നോ, ഇനി അവൻ്റെ ഒപ്പം പോകാനാണെങ്കിൽ പോയിക്കോ, വരാൻ നിൽക്കണ്ട പറഞ്ഞു. ഞാൻ ഒന്നും മിണ്ടന്നെ കുറേ നേരം ഇരുന്ന്. അത് കഴിഞ്ഞിട്ട് എനിക്കും വിഷമാവാൻ തുടങ്ങി. ഇവരാണേലും ഇങ്ങനെയാണല്ലോ ഇരിക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഐ തിങ്ക് പപ്പയാണ് തോന്നുന്നു. പപ്പ തന്നെയാണ് പറഞ്ഞത് എന്താ നീ ഇനി ഞങ്ങളുടെ കൂടെ വരികയാണെങ്കിൽ വന്നോ, നിന്നെ കുവൈറ്റി കൊണ്ട് ഇവിടുത്തെ ക്ലാസ് നിർത്തുക, കുവൈറ്റി കൊണ്ടോ നിൻ്റെ ഫോണും ലാപ്പും ഒന്നും കയ്യിലുണ്ടാവില്ല, അവിടെ വന്നിരിക്കാൻ പറ്റിച്ചാൽ വന്നോ. ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ വരില്ല എന്ന് തന്നെ ഞാൻ പറഞ്ഞു. പിന്നെ അപ്പോഴേ തോന്നുന്നു ആക്ച്വലി ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ ബാംഗ്ലൂർ ഉള്ളപ്പോഴാണോ അതോ ഇവിടെ ലൈക്ക് പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ടാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഞങ്ങളിങ്ങനെ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു എൻഗേജ്മെന്റ് ആക്കി വെച്ചതായോ. ബാംഗ്ലൂരിൽ നിന്ന് നീ ആദ്യം നിന്റെ മറ്റേ കസിൻ അവളുടെ അടുത്ത് പറഞ്ഞു. അവളത് ഞാൻ സംസാരിക്കട്ടെ പറഞ്ഞ് ചോദിച്ചു. പിന്നെ അത് നടക്കില്ല എന്ന് തന്നെ അവർ അവിടുന്ന് തന്നെ പറഞ്ഞു. അതിനുശേഷം പിന്നെ നീ ഇവിടെ വന്നിട്ട് ചോദിച്ചു തോന്നുന്നു അല്ലേ. പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് ഞാൻ ചോദിച്ചു ഞങ്ങൾക്ക് ഒരു എൻഗേജ്മെന്റ് എന്തെങ്കിലും ഒരു ഉറപ്പിനൊന്നും ആക്കി വെച്ചതായോ. പിന്നെ ഇങ്ങനെ ഒന്നും ചെയ്യാൻ നിൽക്കില്ല. എൻ്റെ പപ്പ പറഞ്ഞു അതൊന്നും പോസിബിൾ അല്ല, അങ്ങനെ ഞാൻ ചെയ്താൽ അത് എപ്പോഴും അവന് എൻ്റെ വീട്ടിൽ വരാനുള്ള ഒരു ലൈസൻസ് കൊടുക്കണ പോലെ ആവുന്നു. ഓക്കെ എന്നാൽ ഞാൻ വരണില്ല എന്ന് തന്നെ ഞാൻ പറഞ്ഞു. കാരണം എൻ്റെ മനസ്സിൽ ഓൾറെഡി ഉണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഞങ്ങൾ പോയിട്ട് പിന്നെ ഞാൻ തന്നെ ഇവനൊരു പ്രശ്നമാക്കി കൊടുക്കാൻ പാടില്ലല്ലോ. ഇവൻ കുറേ തവണ എൻ്റെ മൈൻഡ് മാറ്റാൻ നോക്കിയെങ്കിലും സമ്മതിച്ചില്ലല്ലോ ഞാനല്ലേ. ഇതില് സിമ്പിളായിട്ട് ഒരു സംഭവം നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും. ഇതേപോലത്തെ നല്ല കുട്ടികളെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് വേണമെങ്കിൽ ചെയ്തു. ലൈക്ക് അപ്പോൾ നിങ്ങൾക്ക് പേടിക്കേണ്ട കാര്യമില്ല, ട്രസ്റ്റ് ചെയ്യാൻ പറ്റും. അല്ലാണ്ട് കാരണം ഇവള് ഭയങ്കര ട്രാൻസ്പെറൻ്റാണ്, എനിക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഇങ്ങനത്തെ സംഭവം. പക്ഷെ എന്നാലും ഒരു ഇത്തിരി പേടി ഉണ്ടായിരുന്നു. കാരണം വാട്ട് എവർ ഫാമിലിയല്ലേ വന്നിരിക്കണേ.
ഒന്ന് കരഞ്ഞു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണെങ്കിലും ചിലപ്പോൾ ആ ഒരു ടൈമിൽ ഇതാവും. പക്ഷെ അലീന എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അലീന ഫുൾ എനിക്ക് വേണ്ടിയിട്ട് ഇവൾക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിലുള്ള ബുദ്ധിമുട്ടുകൊണ്ടോ അല്ലെങ്കിൽ വീട്ടിൽ ആൾക്കാർ ഉപദ്രവിക്കണോണ്ടോ ഒന്നും അല്ല എൻ്റെ കൂടെ വന്നത്. അതും വേറെ പറയാം എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല ഒരു വീട്ടില്. ബുദ്ധിമുട്ടും ഈ നേരത്തെ പറഞ്ഞല്ലോ ഒരു തവണ ഒരു അടി കിട്ടിയിരുന്നു, അതല്ലാണ്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായി. അത് വന്ന കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ആരാണെങ്കിലും ഇപ്പൊ പെങ്ങന്മാരനെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആർക്കാണെങ്കിലും ഒരു ദേഷ്യം വരും, അങ്ങനത്തെ സംഭവമൊക്കെ വരില്ല. അപ്പൊ നമുക്കിപ്പോ അവരെ പോയിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ആ ദേഷ്യം തീർക്കാൻ പറയില്ലേ, അതാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇതില് ഇവളുടെ ഫാമിലിയുടെ സൈഡിൽ നിന്ന് ഒരു ബുദ്ധിമുട്ടും ഇവൾക്ക് ഉണ്ടായിട്ടില്ല. ഇവൾക്ക് മെയിനായിട്ട് ഇവൾക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ല. ഇപ്പോൾ അന്നേരം ഇവളിൻ്റെ കൂടെ വന്നിട്ടില്ലെങ്കിൽ പിന്നെ അതിന് ശേഷം പിന്നെ ഇവളെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കോണ്ടാക്റ്റിങ്ങും കാണാൻ പോക്കൊക്കെ ഭയങ്കര ടാസ്ക് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ബേസിൽ ഇവൾക്ക് എന്താ വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൾ എന്നെ നഷ്ടപ്പെട്ടാലോ വിചാരിച്ചിട്ടാണ് എൻ്റെ കൂടെ വന്നത്. അതാണ് സംഭവം. അല്ലാണ്ട് വേറെ ഒരു ബുദ്ധിമുട്ടോ വീട്ടിൽ എന്താ പറയുക, ചിലവരൊക്കെ നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ടല്ലോ, വീട്ടുകാർ ഭയങ്കര ബുദ്ധിമുട്ടിച്ചിട്ട് അങ്ങനത്തെ സംഭവം ഒന്നുമില്ല ഇവർക്ക്. വെള്ളം ആരും ബുദ്ധിമുട്ടിച്ചിട്ടില്ല, ഒന്നുമില്ല. അതേപോലെ എന്നെ കേട്ടോ. ഓക്കെ, ബാക്കി പറയും. എന്നിട്ടെന്താ അവിടെ അങ്ങനെ കുറെ നേരം ഇങ്ങനത്തെ വർത്താനം ഉണ്ടായി. ഞാൻ പറഞ്ഞു ഞാൻ വരില്ല, ഇങ്ങനെ ഒന്നും ഇരിക്കാൻ ഞാൻ വരില്ല എന്ന് തന്നെ പറഞ്ഞു. ഒരു എൻഗേജ്മെന്റ് കഴിച്ചു വെക്കുകയാണെങ്കിൽ ഓക്കെ ഞാൻ വരാം, അല്ലാണ്ട് ഞാൻ വരില്ല എന്ന് തന്നെ പറഞ്ഞു. അപ്പോൾ അതൊന്നും നടക്കില്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ വരില്ല പറഞ്ഞു. എനിക്ക് ഭയങ്കര വിഷമമായിട്ടാണ് പറഞ്ഞപ്പോൾ, ബിക്കോസ് ഒബിയസ്ലി എൻ്റെ പപ്പയുടെ കണ്ണൊക്കെ നിറഞ്ഞു തുടങ്ങി. പിന്നെ ഞാനും അവിടെ തല താഴ്ത്തി ഇരുന്നങ്ങോട്ട് കരഞ്ഞു. ഇവരവിടെ നിന്ന് ഇറങ്ങിപ്പോയി. പിന്നെ കാണുന്നത് ഞാനാ. ഇവര് ഫസ്റ്റ് ടൈം ഒരു ഫ്യൂ പീപ്പിൾ ഇറങ്ങി വന്നിട്ട് എൻ്റെ അടുത്തല്ല പറയുന്നത്, വേറെ ആളുടെ സംസാരിക്കുക. കൊച്ച് എങ്ങനെ നോക്കിയിട്ട് സമ്മതിക്കണില്ല, കൊച്ച് അവൻ്റെ കൂടെ പോകുന്നു തന്നെ പറയണത്. ഭയങ്കര ബുദ്ധിമുട്ടാണ് കൊച്ചിനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് മനസ്സിലാവണില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്കൊന്ന് ഞാൻ ഇങ്ങനെ ഉണ്ടാകുന്ന ഒന്ന് സമാധാനമായത് എനിക്ക്. കാരണം അവിടെ ഞാൻ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ജയിലിൽ പോകുന്ന കാര്യം. ഇപ്പോൾ കാരണം ഇവളുടെ അങ്കിള് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പോയ സമയത്തൊക്കെ ഫുൾ ഇതായിരുന്നു അല്ലേ, ഭീഷണിപ്പെടുത്തലായിരുന്നു. ലൈക്ക് നല്ല പോലെ ഭീഷണിപ്പെടുത്തലായിരുന്നു. എന്ന് പറഞ്ഞാൽ നീ നാട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ പെട്ടു, അങ്ങനെ സാധനങ്ങളൊക്കെ ആയിരുന്നു. എന്തേലും ഒന്ന് കിട്ടിയാൽ നിന്നെ ഞാൻ പെടുത്തും അങ്ങനത്തെ സാധനങ്ങൾ. അപ്പൊ എന്തായാലും നമുക്ക് പേടിയല്ലേ. അപ്പൊ അവിടുന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ള പപ്പയും മമ്മിയും ബാലൻസ് ഉള്ളവരും ഇറങ്ങി. അവരങ്ങനെ പിന്നെ ഒന്നും പറയാണ്ട് പിന്നെ വേറെ ഒന്നും സംസാരിക്കുന്നില്ല, അവർ നേരെ പോയി. പിന്നെ അവിടെ ഞാൻ പിന്നെ കുറച്ച് നേരം കൂടി നിന്ന് പിന്നെ വെള്ളം എടുത്ത് പിന്നെയും വെള്ളം എടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ. പിന്നെ അതിനുശേഷം ഇന്നുള്ളി വിളിച്ചിട്ട് പറയണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീ ഒന്ന് വെള്ളം പറഞ്ഞ് മനസ്സിലാക്കി, നിങ്ങളിപ്പോൾ തന്നെ പോയിട്ട് എന്ത് ചെയ്യാനാ. പക്ഷെ ആദ്യമൊക്കെ ഭയങ്കര പുച്ഛായിരുന്നു കേട്ടോ. പുച്ഛെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഫസ്റ്റ് ടൈം കയറിയ സമയത്ത് ലൈക്ക് ഇന്നീ വെള്ളം കണ്ടിട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ മക്കളല്ലേ, നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ അങ്ങനത്തെ ഒരു സംഭവം, ഒരു പുച്ഛത്തിലുള്ള നോട്ടല്ലേ, ഇവരൊക്കെ എന്ത് കാണിക്കാനാന്നുള്ള ലെവലില് അങ്ങനെയാവും. പിന്നെ എൻ്റെ അടുത്ത് വന്നിട്ട് പറയുക വെള്ളം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നേ, കാരണം ഇപ്പം നിങ്ങൾ പോയിട്ട് എന്ത് ചെയ്യാനാ, നിനക്കൊരു വർക്കില്ല ഇവക്കും ഇല്ല. കാരണം ഞാൻ അന്നേരം പുറത്ത് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആളായിരുന്നു. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പുറത്തേക്കുള്ളൊരു കൺട്രി നോക്കിയിട്ട് അവിടെ PG കോഴ്സ് എടുത്ത് പഠിക്കുക എന്നുള്ള ലെവലായിരുന്നു. ഞാൻ ഈ BCom ഒക്കെ കഴിഞ്ഞിട്ട് നിൽക്കായിരുന്നു. അപ്പോൾ ഞാൻ പോകാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. കാരണം ഫുൾ പ്രൊസീജിയറൊന്നുമില്ല, സ്ഥലങ്ങളൊക്കെ നോക്കി പാസ്പോർട്ടൊക്കെ എടുത്ത് വെച്ചിരിക്കുന്ന സമയമായിരുന്നു. അപ്പം അതിൻ്റെ ഇടയിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഇവളും അതിന് ശേഷം ഡിഗ്രി കഴിഞ്ഞിട്ട് ഇവളും പുറത്ത് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു ടൈമായിരുന്നു. അപ്പോൾ അതൊക്കെ വേണ്ട, ഇവൾക്ക് ഇവളുടെ പഠിപ്പ് തന്നെ വേണ്ട പറഞ്ഞിട്ട് എൻ്റെ കൂടെ അങ്ങനത്തെ സംഭവമൊക്കെ കണ്ട ഞാൻ മെയിൻ അപ്പോഴും. അങ്ങനെ എന്ത് ചെയ്ത് ഞങ്ങൾക്ക് രണ്ടാൾക്കും പണിയൊന്നുമില്ലല്ലോ, അപ്പോൾ അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരിക. ഞാൻ പറഞ്ഞു ഇല്ല ഞാനിതൊന്നും അറിയണില്ല കേട്ടോ. ഞാൻ അപ്പോഴും അവിടെ തലതാഴ്ത്തി നിന്ന് കരയാണ്, ആരും മൈൻഡ് ചെയ്യാൻ. ബിക്കോസ് ഒബിയസ്ലി അവർക്ക് വരേണ്ട ആവശ്യമില്ല, അവനൊന്ന് അകത്തേക്ക് വിട്ടൂടെ അവരൊക്കെ പോയി കഴിഞ്ഞാൽ. ഞാൻ എന്നിട്ട് പറഞ്ഞു ഇല്ല എനിക്കെന്തായാലും അവളെ വിട്ടിട്ട് പോകാൻ നടക്കില്ല, എനിക്ക് അവളെ പറഞ്ഞ് മനസ്സിലാക്കി നടക്കില്ല, ഞങ്ങൾ എന്തായാലും എടുത്ത തീരുമാനമാണ്, ഞങ്ങൾ എന്തെങ്കിലും കാണിച്ച് ജീവിച്ചോളാം എന്നൊക്കെ പറഞ്ഞു. പിന്നെ അതിനുശേഷം പോലീസുകാർ പിന്നെ പറഞ്ഞു നിന്നിട്ട് കാര്യമില്ലല്ലോ. അവരതിനുശേഷം ഉള്ള സ്ട്രേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതിയെടുത്ത് അത് എഴുതിയെടുക്കാൻ എന്തൊരു പാടാ. എന്ന് പറഞ്ഞാൽ പിന്നെ
എന്നോട് പിന്നെ ചൂടായി തുടങ്ങി. എൻ്റെ പാരൻസ് ഇറങ്ങിപ്പോയി. പിന്നെ എന്താ നീ പോയിട്ട് എന്താണ്, നിനക്ക് നിന്റെ പപ്പയുടെ മമ്മിയുടെ കൂടെ പൊക്കൂടി, എന്നോട് ചൂടായിട്ടൊക്കെ തുടങ്ങി. ഞാൻ ഇവിടെ തല താഴ്ത്തിരുന്നു. എനിക്കിപ്പോൾ അവർ ചൂടാവണ കേൾക്കേണ്ട ആവശ്യമില്ല, എൻ്റെ മൊഴിയല്ല എഴുതിയെടുക്കേണ്ടത്. അങ്ങനെ എന്താ പറയുക, അതിനുശേഷം അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു ലേഡി കോൺസുലിനായിട്ട് ഇവളെ ആദ്യം പിന്നെ ഞാൻ പറഞ്ഞല്ലോ രാവിലെ 10 മണിക്ക് അവിടെ പോയത്, ഒരു ഫുഡ് കഴിച്ചിട്ടില്ല, ഒന്നുമില്ല. ഞങ്ങളൊരു 3 o'clock വരെ എന്തോ അവിടെ. എന്നോട് അതിൻ്റെ ഇടയിൽ ചോദിച്ചു ഫുഡ് വേണം എന്നാൽ അവൻ്റെ ഒപ്പം ഒന്ന് പോയി കഴിച്ചിട്ട് പോയോ എന്ന് പറയണില്ല. ഇന്നെ അവിടെ ഒറ്റയ്ക്ക് ഇരുത്തിയിട്ട് തന്നെ കഴിച്ചോളാനുള്ള. ഞാൻ എന്നിട്ട് നിനക്ക് എന്തൊക്കെ മേടിച്ചു തന്നു, നിനക്ക് എന്തൊക്കെ മേടിച്ചിട്ട് വരാൻ പറഞ്ഞിട്ട് ഇവൾക്ക് എന്തോ ഫ്രൂട്ടി അങ്ങനെ എന്തോ ഫുഡ് ലൈക്ക് അപ്പൊ ഞാൻ പറഞ്ഞു എൻ്റെ കൂടെ വിടാൻ പറഞ്ഞപ്പോ അത് പറ്റില്ല, നീ എന്തെങ്കിലും അവൾക്ക് മേടിച്ചിട്ടോ നീയും പോയിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് വരും. ഞാൻ അവൾക്ക് മേടിച്ചിട്ട് വന്നു. അതിനുശേഷം പിന്നെ ഇതൊക്കെ കഴിഞ്ഞു, അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവിടുന്ന് ഒരു ലേഡി കോൺസ്റ്റബിളിനായിട്ട് ഇവളും ലേഡി കോൺസ്റ്റബിളും കൂടിയിട്ട് ഒരു ഓട്ടോ വിളിച്ച്. അപ്പോഴും ഞങ്ങളുടെ കൂടെ പറ്റില്ല, അപ്പോഴും ഞാൻ ആണോ ആ ശരി ഓട്ടോ കിട്ടിയില്ല അല്ലേ. അഡ്വക്കേറ്റിന്റെ ഒന്നിച്ച് തന്നെ അവര് ബാക്കി കയറി ഞങ്ങൾ അങ്ങനെ പോയി നേരെ അവിടെ ജില്ലാ ഹോസ്പിറ്റലിൽ പോയി മെഡിക്കൽ എടുക്കാൻ പോയി. അവിടെ ഒന്നും തീരെ ടൈം ഉണ്ടാകുന്നില്ല, അവിടെ ഇങ്ങനെ ഒന്ന് കറങ്ങി പോലീസിന്റെ കൂടെ പോണേ. സോ ഫസ്റ്റ് പ്രിഫറൻസ് ഞങ്ങൾക്ക്. സോ നേരെ ചെന്നു കഴിഞ്ഞിറങ്ങി. പിന്നെ അവിടെ നേരെ പോണത് കോർട്ടിക്കാണ്. നമ്മുടെ അയ്യന്തോള റോഡ് പോണ ഒരു സൈഡിലൊരു കോർട്ടുണ്ട്, അവിടെയാണ് പോണത്. നേരെ നമ്മൾ അങ്ങോട്ട് പോയി. അവിടെ പോയി പിന്നെ അവിടെയും സമയമൊന്നും ഉണ്ടാകുന്നില്ല. നേരെ കാര്യം എന്താ ചോദിച്ചു, ഒരു കയ്യിലുള്ള സാധനം ആ കോൺസ്റ്റബിൾ എടുത്തു. അങ്ങനെ പിന്നെ വെള്ളം നേരെ വിളിപ്പിച്ചു. ഞാൻ പുറത്തിരിക്കുക, വെള്ളത്ത് പിന്നെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അവിടെയും വെള്ളത്ത് ചൂടാവുന്നേ, അവിടെയും വെള്ളത്ത് ചൂടാവുന്നേ. കാരണം എന്തായി അറിയോ, ഞാൻ മറ്റേ ആ കൂട്ടിലൊക്കെ കയറി നിന്നിട്ട് ഇവിടെ എൻ്റെ തൊട്ട് ബാക്കിൽ ഒരു ഡോറുണ്ട്. സോ ഇവിടുത്തെ ചെയറിൽ ഇവൻ ഇരിക്കുന്നുണ്ട്. നേരെ ഓപ്പോസിറ്റ് ഒരു ഡോറുണ്ട്, അവിടെയാണ് അഡ്വക്കേറ്റ് നിൽക്കണേ. അപ്പോൾ ആദ്യമൊക്കെ സാധാ പോലെ ആളിങ്ങനെ എന്താ നിൻ്റെ പേരെന്താ, നിനക്ക് എത്ര വയസ്സായി, അവൻ്റെ പേരെന്താ, അവനെത്ര വയസ്സായി, എന്തിനാ സംതിങ് ഒക്കെ ചോദിച്ചിട്ട് പിന്നെ അവൻ്റെ വീട്ടുപേരെന്താ ചോദിച്ചു. വീട്ടുപേരൊന്നും അറിയില്ല, ബാക്കിയൊക്കെ ഞാൻ പറഞ്ഞു. ഇവൻ എന്താ ചെയ്യണം, ഇവൻ എത്ര വയസ്സാ, എവിടെ വീടൊക്കെ ഞാൻ പറഞ്ഞു. വീട്ടും പേരൊന്നും അറിയണ്ടായില്ല. അതെന്താ സംഭവം എന്നറിയാം, ഇവനൊക്കെ പറഞ്ഞുതരാം. ഞാൻ ചോദിച്ചിട്ടുണ്ടേ ഇവിടെ ഐ തിങ്ക് ഇതിൻ്റെ ഒരാഴ്ച മുന്നേ എന്താ ഞാൻ ഇവൻ്റെ വീട്ടുപേരെന്താ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് പറഞ്ഞു തന്നില്ല. അത് നീ അറിയണ്ടെന്ന് ഞാൻ എന്നോട് വീട്ടുപേര് ചോദിച്ചു. ഞാൻ പെട്ടിലേക്ക് അറിയില്ല പറഞ്ഞത്. ആളങ്ങോട്ട് ചൂടായി തുടങ്ങി. ലൈക്ക് വെരി റൂഡ്, ഭയങ്കര റോങ് ആയിട്ടുള്ള വർത്തമാനം. ഇതിലൊക്കെ എന്ത് സംഭവം അറിയാം, നമ്മൾ ഈ റിലേഷൻ ആവണവർ അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യങ്ങളാണ് ചെറുക്കൻ്റെ വീട്ടുപേര് അല്ലെങ്കിൽ പെണ്ണിൻ്റെ വീട്ടുപേര്. പെണ്ണിന്റെ വീട്ടിൽ എത്ര ആൾക്കാരുണ്ട്, ചെക്കൻ്റെ വീട്ടിൽ എത്ര ആൾക്കാരുണ്ട്, ചെക്കൻ്റെ വീട് എവിടെ, വീട്ടിലെ ആൾക്കാരുടെ പേരെന്തൊക്കെയാ, എന്താ നമ്മൾ നോർമലി ഒരു കല്യാണം കഴിക്കില്ലേ അതിലുള്ള കാര്യങ്ങളൊക്കെ ഇതിലും അറിഞ്ഞിരിക്കണം. അതിപ്പോ വീട്ടുപേര് പറയാൻ നമുക്ക് എല്ലാവർക്കും ഒരു മടിയുണ്ടാവില്ല. നമ്മുടെ വീട്ടുപേര് അത്രയും എസ്തെറ്റിക് അല്ലെങ്കിൽ നമുക്കൊരു മടിയുണ്ടാവില്ല. അപ്പൊ കുറച്ച് എസ്തെറ്റിക് കുറഞ്ഞതാ. ഞാൻ ഇവനോട് പറഞ്ഞു, ഇവനെ നല്ല കളിയാക്കി. അതുകൊണ്ടാണ് ഞാൻ ഇവന്റെ ചോദിച്ചത്. അതുകൊണ്ട് പറഞ്ഞില്ല. അപ്പൊ അതങ്ങനെ. അതിനുശേഷം ഇവൾക്ക് അവിടുന്ന് കേട്ടു, ആട്ട് കേട്ട് അതിനുശേഷം ഒക്കെ കഴിഞ്ഞ് പിന്നെ അതിനുശേഷം ഞാൻ അവിടെ എഴുതി കൊടുക്കാനുണ്ടാവും. ലൈക്ക് ഇവളെ ഞാൻ ഏറ്റെടുക്കുക എന്നുള്ള സംഭവം. അത് എഴുതിയെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കോപ്പി എനിക്ക് കിട്ടി. അങ്ങനെ ഞങ്ങൾ എല്ലാ പരിപാടിയും അവിടുത്തെ കഴിഞ്ഞ് നേരെ പോണത് എൻ്റെ ഉമ്മമാരുടെ വീട്ടിൽ കേട്ടോ. വീട്ടിലേക്കല്ല, എൻ്റെ വീട്ടിലേക്കല്ല, എൻ്റെ വീട്ടിൽ കയറ്റില്ല. നമ്മളവിടെ റൂമിൽ പോയി നമ്മുടെ ബൈക്കും ഹെൽമെറ്റും ഒക്കെ എടുത്തിട്ട് അതൊക്കെ എടുത്തിട്ടാ പോയത്. അപ്പത്തിനും ഓൾമോസ്റ്റ് നാട്ടിലൊക്കെ അറിഞ്ഞു ഒളിച്ചോടി എന്നുള്ള സാധനങ്ങളൊക്കെ വന്ന് മൊത്തത്തിൽ ഇപ്പൊ വെള്ള സൈഡാണ്. ഞങ്ങളൊക്കെ അടുത്തടുത്ത് തന്നെ എന്ന് പറഞ്ഞ ഒരു 10 കിലോമീറ്റർ റൗണ്ടിലുള്ളവരാണ് ഞങ്ങള്. അപ്പോ എല്ലാ കാര്യങ്ങളും നാട്ടിലൊക്കെ അറിഞ്ഞ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒളിച്ചോട്ടെന്ന് പറഞ്ഞ ആൾക്കാരുടെ വിചാരം, ആൾക്കാരുടെ വിചാരമാണ് ഭയങ്കരം എന്ന് പറഞ്ഞാൽ നമ്മളെന്തോ വലിയ തെറ്റ് ചെയ്യണ പോലെ. അതാ നമ്മൾ രണ്ടാളും ഇഷ്ടപ്പെടുന്നവർ പോയിട്ട് കല്യാണം കഴിക്കണതിന് എന്താ തെറ്റ്? അതിൽ ഈ മതം നോക്കണോ അല്ലെങ്കിൽ അതിൽ ഈ വേറെന്തെങ്കിലും നോക്കണോ? ഒരു കാര്യം നോക്കണ്ട. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ പരസ്പരം ഇഷ്ടമുള്ളവർ ജീവിക്കല് വേണ്ടത് ശരിക്കും പറഞ്ഞിട്ടുണ്ട്. അല്ലാണ്ട് ഈ ഒരു പരിചയമില്ലാത്ത രണ്ടാൾക്കാർ കല്യാണം കഴിച്ചിട്ട് അവർ എന്താ ഉണ്ടാവണ ലാസ്റ്റ്? ഇവർക്ക് രണ്ടാൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ല. ആ ചെറുക്കനോ അല്ലെങ്കിൽ ആ പെണ്ണിനോ എന്തെങ്കിലും വിഷയമുണ്ടോ, വല്ല സൈക്കോ ഒക്കെ ആണെങ്കിൽ പിന്നെ അവരുടെ ലൈഫ് എങ്ങനെ മുന്നോട്ട് പോവുക?
അടി തല്ല് കുത്ത് വെട്ട് അങ്ങനത്തെ പരിപാടിയൊക്കെ ആയിരിക്കും. നമുക്ക് ഒരു പരിചയമില്ലാത്ത ആൾക്കാരെ കല്യാണം കഴിക്കണം കാട്ടി എത്രയോ നല്ലതല്ലേ നമ്മൾ പരിചയപ്പെട്ട് ഇഷ്ടപ്പെട്ടിട്ട് കല്യാണം കഴിക്കണം അല്ലേ? അതാണ് എൻ്റെ ഒരു ഇത് കേട്ടോ. അതുകൊണ്ട് ഞാൻ കല്യാണം കഴിച്ചു. ഓക്കെ, എടാ ഇതൊന്നും ഇൻസ്പയർ ആയിട്ട് എടുക്കണ്ട, ഞാൻ അങ്ങനെ പലതും പറയും, പക്ഷെ ഇതാണ് റിയാലിറ്റി ഞാൻ പറയണത്. അങ്ങനെ ഞങ്ങൾ നേരെ ലൈക്ക് എൻ്റെ തറവാട്ടിൽ പോയി. വീട്ടിൽ പോകാൻ പറ്റില്ല. എൻ്റെ ഉമ്മ ഒഴികെ ബാക്കി എല്ലാവരും അടിപൊളിയാണ്. ഉമ്മാക്ക് ഇത് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മതം ആ ഒരു സംഭവം തന്നെയാണ് ഉമ്മാക്കും. ഞങ്ങളങ്ങനെ വീട്ടിൽ പോയ സമയത്ത് അവിടുന്ന് ഉമ്മ വന്നിട്ടുണ്ടാവണം. വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ അവിടെ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ബാക്കി എല്ലാവരായിട്ട് വെള്ളം ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കുക, ഇങ്ങനെ സംസാരിച്ച് അതിന്റെ ഇടയിൽ അന്ന് തന്നെ വന്നില്ല, അന്ന് തന്നെ വന്നു. അതാ പറഞ്ഞു. പിന്നെ വന്ന സമയത്ത് ഡയറക്റ്റ് ഇങ്ങനെ സംസാരിച്ച് ആദ്യമൊക്കെ പറയണത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് വെള്ളം പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് വെള്ളം വീട്ടിൽ ആക്കി കൊടുത്തൂടെ, ഇപ്പോഴും എനിക്ക് സമയമുണ്ടല്ലോ അങ്ങനെ ഇങ്ങനെ. ഞാൻ പറഞ്ഞു അത് നടക്കണ കാര്യമൊന്നുമില്ല, അത് നടക്കില്ല, അങ്ങനെ 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 ഞാനും പറഞ്ഞോണ്ട്. അതിനുശേഷം എന്താ പിന്നെ പെട്ടെന്നാണ് നമ്മളൊന്നും വിചാരിക്കാത്തൊരു കാര്യം. ഞങ്ങൾ അങ്ങനെ ഒരു കാര്യം ഓർത്തിട്ടില്ല. റിലേഷൻ ടൈമിൽ ഒബ്വിയസ്ലി ഓർക്കേണ്ട ആവശ്യമില്ല. ഞങ്ങള് പോവാന്ന് തീരുമാനിച്ച സമയത്തും ഞങ്ങൾ ഇങ്ങനെ ഒരു കാര്യം തലക്കൂടി ഓടിയിട്ടില്ല. അങ്ങനെ ഒരു സംഭവം വേഗം അങ്ങോട്ട് വന്നത് പെട്ടെന്ന് ചോദിക്കാണ്, അല്ല അങ്ങനെയാണെങ്കിൽ ഇനി വെള്ളം ലൈക്ക് ഇത് ചേഞ്ച് ചെയ്യണ്ടേ, അപ്പൊ നീ ഒരു കാര്യം അതിനുള്ള കാര്യങ്ങൾ നോക്ക്, എന്നിട്ട് നമുക്ക് അത് കഴിഞ്ഞതിന് ശേഷം കല്യാണം ഗ്രാൻഡായിട്ട് നടത്താന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനതൊന്നും ആലോചിച്ചിട്ടുണ്ടല്ലേ, ഞാൻ പെട്ടെന്ന് അതൊന്നും പ്രോസസ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ അപ്പൊ തന്നെ പറഞ്ഞു അതൊന്നും നടക്കാൻ പോണ കാര്യമില്ല കേട്ടോ, നിങ്ങൾ അതിനൊന്നും ഒന്നും പറയാൻ നിൽക്കണ്ടേ, അതൊന്നും ഒന്നാമത് നടക്കാൻ പോണില്ല. അപ്പോഴും ഞാൻ വിചാരിച്ചിരിക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് ആലോചിച്ചില്ല. അത് ആലോചിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കാരണം ഞങ്ങൾ താമസിക്കണ ആ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഫുൾ പള്ളി അങ്ങനത്തെ പരിപാടിയുള്ള ഏരിയ. അപ്പൊ ഞാനും അതൊന്നും ആലോചിച്ചില്ല, കാരണം ഇതൊക്കെ ഇത്ര വലിയ സംഭവമാണെന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമില്ലായിരുന്നു. പിന്നെ അതിന് ശേഷം അങ്ങനെയാണെങ്കിൽ പിന്നെ മോൻ്റെ കാര്യം നോക്കിയിട്ട് ഇവിടുന്ന് ഇറങ്ങിക്കും, അങ്ങനെ ഇങ്ങനെ ടോക്ക് വന്നു. പിന്നെ അതിന് ശേഷം ഞങ്ങൾ 3 days അവിടെ നിന്നു. ആ 3 daysലും എവ്രി ഡേ രാവിലെ എണീച്ചിട്ട് കാരണം അവിടെ നിൽക്കേണ്ട സമയം ലേഖ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ കുറച്ച് പരിപാടികളാണ് ഈ രജിസ്റ്റർ മാരേജിന്റെ കാര്യങ്ങൾ. ആ ഒരു പരിപാടികൾ കുറച്ച് ചെയ്യണമാകും. അതിന്റെ ഇടയിൽ പനിയും പിടിച്ചു. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പനിയും കാര്യങ്ങളും ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ആ ദിവസം എന്താ സൂര്യകാന്തിയോ എന്തോണ്ടായിരുന്ന ഒരു ദിവസം രാവിലെ 11 മണി തൊട്ട് 3 മണി വരത്തെ വെയിൽ കൊള്ളരുത് എന്നൊക്കെ ന്യൂസ് ഉണ്ടായിരുന്നു. ഞങ്ങള് കറക്റ്റ് ഫുൾ ടൈം ഭയങ്കര പനിയും കാര്യങ്ങളൊക്കെ ആവും. അപ്പോൾ നമ്മൾ അതിന്റെ ഇടയിൽ കൂടെ ഈ പ്രശ്നം നടക്കുന്നതിന്റെ ഇടയിൽ കൂടെ നമുക്ക് പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉമ്മ വന്നിട്ട് ഡെയിലി ഈ പരിപാടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ദേഷ്യം വന്നിട്ട് പറയണ സാധനങ്ങളാണ്. നമുക്ക് കൂടുതലായിട്ട് അങ്ങോട്ട് ഓരോന്നും ദേഷ്യപ്പെട്ട് പറയാനുള്ള ഇതില്ലാത്തതുകൊണ്ട് നമ്മൾ അധികം കൂടുതലൊന്നും പറയുന്നില്ല. പക്ഷെ കുറേയൊക്കെ പറയുമ്പോൾ ഞാനും പറയും കേട്ടോ. അങ്ങനെ അതിനുശേഷം എന്തുണ്ടായി, നമ്മൾ രജിസ്റ്റർ മാരേജിന്റെ ഫോമും കാര്യങ്ങളൊക്കെ കൊടുത്ത് എല്ലാ കാര്യങ്ങളും സെറ്റാക്കിയിട്ട് ഒരു ദിവസം തലേ ദിവസം നമ്മളിങ്ങനെ നോക്കി നിൽക്കുക. എന്തായാലും വരും എനിക്കറിയാം, എന്തായാലും വരുന്നറിയാം. പിറ്റേ ദിവസം വരുന്നത് ഇനി ഇവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്നുള്ള ടോക്കൊക്കെ പോയിട്ടാണ് ലൈക്ക് ഒന്നില്ലെങ്കിൽ ഇത് ചെയ്യാം അല്ലെങ്കിൽ ഇവിടുന്ന് പോവാന്നുള്ള രീതിക്കാണ് തലേ ദിവസം പോയത്. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്ത് തലേ ദിവസം പോയിട്ട് എൻ്റെ കയ്യിൽ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുണ്ടാകുന്ന 2 സാധനം ഉണ്ടായിരുന്നു. അത് കൊണ്ടുപോയിട്ട് എൻ്റെ ഫോണിൽ ലാപ്ടോപ്പ് ഉണ്ടായിരുന്നു, അത് കൊണ്ടുപോയി വിറ്റ് പിന്നെ ഞങ്ങൾ ചെറിയ ഫോൺ കൊടുത്ത് തിരിച്ചു വന്ന് ഞങ്ങൾ എന്ത് ചെയ്ത് അന്നത്തെ ദിവസം തന്നെ നൈറ്റ് ഞങ്ങൾ വീട്ടിലത്തെ കാറിൽ ഫുൾ ലോഡ് ചെയ്തിട്ട് ലൈക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ. ഇവൾക്കൊന്നുമില്ല, എനിക്ക് എൻ്റെ തന്നെ ഉള്ളൂ. എൻ്റെ കാര്യങ്ങളും എൻ്റെ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളും എല്ലാം എടുത്തിട്ട് ഞാൻ വണ്ടിയിൽ വെച്ച് പിറ്റത്തെ ദിവസം പോകാൻ ഉദ്ദേശിക്കുന്നത് സെയിം ബാംഗ്ലൂർക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, രാവിലെ സെയിം പോലെ ഉമ്മ വന്നു, സെയിം സീൻ ഉണ്ടാക്കി. ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ പോകാറിട്ട് എല്ലായിടത്തും പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങി. നേരെ വണ്ടി തിരിച്ച് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക്. അവിടെ പോകാവുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ഫ്രണ്ടിനടുത്ത് വിളിച്ച് പറയാം, എടാ എനിക്ക് കാറൊന്ന് വീട്ടിൽ കൊണ്ടുവരണം, ഞങ്ങളിങ്ങനെ പോവുകയാണ്, വീട്ടിലിങ്ങനെ സീനാണ്. അപ്പം പറഞ്ഞു എൻ്റെ അടുത്ത് ബാംഗ്ലൂർ പോകണ്ടിറങ്ങി. ബാംഗ്ലൂർ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, കാരണം അവിടെ എക്സ്പെൻസ് ഭയങ്കര കൂടുതലാണ്. ഇപ്പം ഈ കയ്യിലുള്ള ഈ പൈസ വെച്ചിട്ട് നീ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പോയി കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാവും നിനക്ക് എന്ന് പറഞ്ഞു.
പിന്നെ അവൻ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞത് ലൈക്ക് നിനക്ക് കൊച്ചി പോയിക്കൂടെ, അതാകുമ്പോൾ നിനക്ക് ഒന്നുകൂടെ അറിയണ സ്ഥലമില്ല. കാരണം കൊച്ചിയിൽ ഒരുപാട് കാലം ഉണ്ടായിരുന്നു. അപ്പൊ അത് നിനക്ക് അറിയണ സ്ഥലമില്ല, അപ്പൊ നിനക്ക് അവിടെ പോയിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ അറിയാം ഓപ്ഷൻ വെച്ചത് ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഇനി കോളേജിൽ എന്ന് പറഞ്ഞാൽ ഈ ലോങ് ഡിസ്റ്റൻസ് പിടിക്കാൻ, അല്ലെങ്കിൽ നമുക്ക് തൃശ്ശൂർ തന്നെ എടുക്കാം, തൃശ്ശൂർ തന്നെ റൂം എടുക്കാം, അതിനൊന്നും ബുദ്ധിമുട്ടില്ല. ഇവളുടെ സംഭവം എന്ന് പറഞ്ഞാൽ ഇവളുടെ അടുത്ത് ഞാൻ അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു പഠിപ്പും കാര്യങ്ങളും ഇല്ലേ, ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അങ്ങനെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ പറഞ്ഞു എനിക്ക് നടക്കില്ല പറഞ്ഞ ഇനി എനിക്ക്, കാരണം അവിടെ അറിയാൻ ആരും ബാക്കിയില്ല, ഇവിടെ അറിയാൻ ബാക്കിയില്ല. പിന്നെ ഇവളുടെ ഇതിന്റെ ഇടയിൽ ഇവളുടെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ റിസൾട്ട് വന്ന സമയത്ത് ഞങ്ങളെ വീട്ടിലെത്തിയ ദിവസം, തിരിച്ച് വീട്ടിലെത്തണ ദിവസം എന്റെ റിസൾട്ട് വന്നു. ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും ഉള്ള ഗ്രൂപ്പിൽ ഞാനിങ്ങനെ എന്റെ റിസൾട്ട് ഇങ്ങനെ പറഞ്ഞപ്പോ അവര് ആരും എന്നെ മൈൻഡ് ചെയ്തില്ല. അപ്പൊ ബാക്കി എല്ലാരും മൈൻഡ് ചെയ്തപ്പോ ഇവൾക്ക് അതും ഒരു കാരണമായി. പിന്നെ ഫ്രണ്ട്സും ഇല്ല, പിന്നെ അവിടെ പോകണ്ടായിരുന്നു. അങ്ങനെ ഇവള് ഇന്നെ പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ട് ലാസ്റ്റ് എന്ത് ചെയ്ത് നമ്മള് വേറെ എന്തെങ്കിലും പരിപാടി പിടിക്കാന്നുള്ളത്. പഠിപ്പില്ലെങ്കിലും ഇപ്പൊ പഠിപ്പില്ലാത്തൊരു ജീവിക്കണുണ്ടല്ലോ, അങ്ങനത്തെ കാര്യം വെച്ചിട്ട്. അപ്പൊ ഞാനാണെങ്കിൽ എന്തെങ്കിലും ജോലിക്ക് പോയിട്ട് ഇവിടെ നോക്കിയാൽ മതിയല്ലോ. ഞാൻ ലാസ്റ്റ് ബെൽറ്റ് എടാ, ഞാൻ അങ്ങനെ പറയില്ല കേട്ടോ, ഒരു മെയിൽ ഷോവിനിസ്റ്റ് അങ്ങനത്തെ സംഭവം ഒന്നല്ലേ ഇവിടെ. ഇവളിപ്പോ പണിക്ക് കൊണ്ട് ഇവളുടെ കാര്യത്തിനൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട്. ഞാൻ അങ്ങനെ പറയില്ല, അങ്ങനെ തമാശ രീതിയിൽ പറഞ്ഞ. അപ്പൊ നമ്മള് അങ്ങനത്തെ ആ ഒരു സെറ്റപ്പിൽ ഇവള് എന്നെ കൺവിൻസ് ചെയ്തിട്ട്, കൺവിൻസിങ് സ്റ്റാർ ആയിരുന്നു അവള്. കൺവിൻസ് ചെയ്തിട്ട് ഞങ്ങള് നേരെ ഇവിടെ പോയി, കൊച്ചിയിൽ പോയി. ലൈക്ക് അവൻ പറഞ്ഞ രീതിക്ക് ഞങ്ങള് ഇവിടുന്ന് നേരെ കാർ എടുത്തിട്ട് പോവാലോ. സോ നമ്മൾ നേരെ കാർ എടുത്തിട്ട് കൊച്ചിയിൽ പോയി. കൊച്ചിയിലെത്തി. ഇവള് പോണ വഴിക്ക് ഇവള് ഇങ്ങനെ OLX ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഇറങ്ങിയെന്നുള്ളൂ, നമുക്ക് വീടൊന്നും ആയിട്ടില്ല. കൊച്ചി പോയിട്ട് ഒരു ഡേ റെന്റ് റൂം, ലൈക്ക് ഒരു ദിവസത്തിന് വേണ്ടിയുള്ള റൂമുകൾ, അതേപോലെ റൂം എടുത്ത് ആ റൂമിന് 2000 രൂപ. അപ്പോൾ നമ്മൾ ഇനിയും നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മളിങ്ങനെ ഓരോ ദിവസം എടുക്കും തോറും 2000, 4000, 6000 ഇങ്ങനെ ഫുഡും കഴിച്ചോണ്ടിരിക്കുക, പൈസ പോയല്ലേ. അപ്പം നമുക്ക് അതിനുള്ളിൽ ഇത് വേണമല്ലോ. അപ്പൊ എനിക്ക് തോന്നണം അന്നത്തെ ഒരു ദിവസത്തിന് ഒരു 10 രൂപ കുട്ടിയുണ്ട് അല്ലേ, പെട്രോൾ അടിച്ച് ഒക്കെ കാര്യങ്ങളൊക്കെ ആയിട്ട് 10 രൂപ ആ ഉള്ളേന്ന്. അപ്പൊ ഓൾമോസ്റ്റ് 10 രൂപ പൊട്ടി. നമ്മുടെ പൈസ ഉണ്ടായിരുന്നു, നമ്മുടെ കയ്യിൽ 1 ലക്ഷം രൂപയുടെ അടുത്തൊക്കെ ഉണ്ടായിരുന്നു, ഫണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഫണ്ട് ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിനുശേഷം ഞങ്ങളിങ്ങനെ രാത്രി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഒരു സ്ഥലം കിട്ടി, അത് കാണാൻ തന്നെ OLX കാണാൻ തന്നെ അടിപൊളി. ആലുവയില് പറഞ്ഞ ചിലപ്പോൾ അറിയുണ്ടാവും, ചിലപ്പോ ഒന്നല്ല എന്തായാലും അറിയുണ്ടാവും ആൾക്കാർക്ക്. അക്വാസിറ്റി എന്ന് പറയുന്ന ആലുവയിലുള്ളത്. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, ആളുടെ അടുത്ത് സംസാരിച്ചപ്പോൾ റൂം ഉണ്ട് എന്ന് പറഞ്ഞു. അവിടെ 2 ഫ്ലോറിൽ റൂമുള്ളതൊന്ന്, സെക്കൻഡ് ഫ്ലോറിലും 18th ഫ്ലോറിലും റൂമുണ്ട് പറഞ്ഞു. ഞങ്ങൾ അങ്ങോട്ട് പോയി. ഞങ്ങളെ കണ്ടതും ഞങ്ങൾ ഉറപ്പിച്ചു അത് മതിയെന്ന്. കാരണം ആ ഗേറ്റ് തുറന്ന് ഉള്ളിൽ പോകുമ്പോൾ ഭയങ്കര അടിപൊളി. അവിടെ ഒരു മൊത്തത്തിൽ അത്യാവശ്യം ഫ്ലാറ്റ്സും ഉണ്ട്, വില്ലാസും ഉണ്ട്. അപ്പോൾ നമ്മളത് കണ്ടപ്പോൾ സെറ്റായി നമുക്ക്. അതിനുശേഷം ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ ആൽപ്പ എന്ന് പറഞ്ഞ ഇതാണ് ഞങ്ങളുടെ അടുത്ത് അപ്പാർട്ട്മെന്റിലായിരുന്നു. അവിടെ പോയി റൂം കണ്ടപ്പോഴും 1 BHK ആയിരുന്നു. പിന്നെന്താ ഫുള്ളി ഫേർണിഷ്ഡ് ആയിരുന്നു, എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പൊ അത് കണ്ടപ്പോഴും ഓക്കെ ആയിരുന്നു. ഞങ്ങളങ്ങനെ 2nd ആണോ 18th ആണോ വേണ്ടെന്നുള്ള ഒരു ഇതുണ്ടാവുന്നുള്ളൂ. അപ്പൊ ഇവള് പറഞ്ഞു 18th ഫ്ലോർ മതിയെന്ന്. അങ്ങനെ ഞങ്ങൾ, കാരണം ഭയങ്കര അടിപൊളി വ്യൂ. പിന്നെ സെക്കൻഡ് ഫ്ലോർ എന്ന് വെച്ചാൽ ഈ സൈഡില വ്യൂ ഒന്നും രസമല്ല. വ്യൂ എന്ന് പറഞ്ഞാൽ ഫുൾ എന്ന് പറഞ്ഞാൽ വ്യൂ എന്ന് പറയല്ല, സെക്കൻഡ് ഫ്ലോറിലാണല്ലോ. 18th പോകുമ്പോ നല്ല വ്യൂ പറഞ്ഞാൽ അവിടെ ലേക്കും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അടിപൊളിയായിരുന്നു. അപ്പൊ അങ്ങനെ നമ്മൾ അത് മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് അവിടുത്തെ കാര്യങ്ങളൊന്നും എന്താന്ന് അറിയണ്ടായിരുന്നില്ല. കണ്ടു, ഇഷ്ടപ്പെട്ടു, എടുത്തു. അങ്ങനെ അഡ്വാൻസ് ചെയ്തു. അന്ന് തന്നെ പോയിട്ട് ഞങ്ങള് അന്ന് തന്നെ ചെയ്തു. അന്ന് തന്നെ അഡ്വാൻസ് ചെയ്തു. ഞങ്ങള് പറഞ്ഞു പറ്റുകയാണെങ്കിൽ ഇന്ന് തന്നെ മൂവ് ചെയ്യണം. നമ്മളെന്ത് ചെയ്ത എന്നിട്ട് എന്താണ് ചെയ്തത്? എന്തായാലും സാധനങ്ങൾ അവിടെ വെച്ചു. എന്നിട്ട് എന്നുവെച്ചാ അവര് റൂമൊന്നും ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതാ സംഭവം. അപ്പൊ ഞങ്ങളെന്താ വണ്ടിയിൽ നിന്ന് സാധനങ്ങളൊക്കെ കൊണ്ടുപോയി. നമ്മളിപ്പോ ക്ലീൻ ചെയ്തിട്ടില്ല പറയുമ്പോൾ കാണുമ്പോ വലിയ പ്രശ്നമില്ല. സോറി, അവർ അന്ന് തന്നെ നമുക്ക് റൂം സെറ്റ് ചെയ്തു. കാണുമ്പോ ഒന്നും പ്രശ്നം ഉണ്ടാകുന്നില്ല. എന്നിട്ട് അവരെന്ത് ചെയ്തെന്നറിയോ, ആ റൂം നമുക്ക് തന്നില്ല, സാധനങ്ങൾ തന്നു. നമ്മളെ വേറെ ഒരു റൂം തന്നു. ഏതോ ഒരു എന്ന് പറഞ്ഞാൽ അവിടുത്തെ സ്റ്റാഫുകൾ താമസിക്കുന്ന റൂം, ലൈക്ക് സ്റ്റാഫ് താമസിക്കുന്ന റൂം. അപ്പൊ
അങ്ങനെ എന്തോ റൂം തന്നെയാണ്. അതിൽ AC ഒക്കെ ഉണ്ടായിരുന്നു. 6th ഫ്ലോറിൽ എന്തോ സ്റ്റാഫിന്റെ ഒന്നും അല്ല, അവിടുത്തെ എന്തോ അവര് തന്നു, ക്ലീൻ ചെയ്ത് അവിടെ നിന്നോ പറഞ്ഞിട്ട് ക്ലീൻ ചെയ്തൊരു റൂം. ഞങ്ങൾ എന്ത് ചെയ്തു, അവിടേക്കുള്ള സാധനങ്ങൾ മേടിക്കണല്ലോ. നമ്മൾ എന്ത് ചെയ്ത് അതിന്റെ ഇടയില് വല്ല ചെറിയ കടയിൽ നിന്ന് വാങ്ങിയ ലുലു മാൾ അടുത്തല്ലേ, ഒറ്റയടിക്ക് എല്ലാ സാധനങ്ങളും കിട്ടുമല്ലോ. അതും എന്റെ കടിയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി ലുലു മാള് പോയി. 10,000 രൂപക്ക് സാധനം ഒക്കെ ഉള്ള വീട്ടിൽ ഇത്രയും പൈസക്ക് സാധനം വാങ്ങി. സംഭവം എന്ന് പറഞ്ഞാൽ മേടിച്ച സാധനങ്ങൾ പറഞ്ഞാൽ ഭയങ്കര കോമഡി ആയിട്ടുള്ള സാധനങ്ങൾ. അതിൽ എക്സ്പെൻസീവ് ആയിട്ട് വരണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് ഇൻഡക്ഷനും പിന്നെ ഉള്ള സ്ട്രെയിറ്റ്നറോ, ബാക്കിയോ സ്ട്രെയിറ്റ്നർ ആകെ 1,500. എന്ന് പറഞ്ഞാൽ ഒരു അത്ര റേഞ്ച് പറഞ്ഞു. ബാക്കിയൊക്കെ എന്ന് പറഞ്ഞാൽ ഈ തൊടപ്പ്, അതേപോലെ ഇതൊക്കെ മേടിച്ചിട്ട് ഇത്ര എമൗണ്ട്, പ്ലേറ്റ്സ് ഒക്കെ ഉണ്ട് അവിടെ. കുക്ക് ചെയ്യാനുള്ള ഒരു സെറ്റ്, ഈ 3 പാത്രമുള്ള ഒരു സെറ്റ്, 2 കപ്പ്, 2 പ്ലേറ്റ്, എല്ലാ സാധനങ്ങളും ഇതൊക്കെ തന്നെ വാങ്ങിയിട്ടുള്ളൂ. ബെഡൊക്കെ ഉണ്ടായിരുന്നു, പില്ലോസ് ഞങ്ങൾ മേടിക്കേണ്ടി വന്നു, 2 പില്ലോ. ഇതാണ് ആകെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മളിപ്പോ ഒരു ലോക്കൽ ഷോപ്പിൽ പോയിട്ട്, ഒരു നിയർ ബൈ ഉള്ള ലോക്കൽ ഷോപ്പിൽ പോയിട്ട് ഒരു 3,000 രൂപ 4,000 രൂപയുടെ ഉള്ളിൽ കൺഫേം കിട്ടിയായിരുന്നു ഈ സാധനങ്ങൾ. അതാണ് ഇത്ര വലിയ എമൗണ്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, സാധനങ്ങളൊക്കെ ഞങ്ങൾ പുതിയൊരു വീട് എന്ന് പറഞ്ഞാൽ പാല് കാച്ചിലൊന്നും ഞങ്ങൾ ഇതില്ല കേട്ടോ, അതൊന്നും നമുക്ക് അറിയണമെന്നില്ല. അതാണ് നമുക്ക് സീരിയസ് ഇല്ല, നമുക്ക് അങ്ങനെ ഞങ്ങൾക്ക് ഫ്രിഡ്ജ് അവര് പതുക്കെ തന്നു, വാങ്ങി വെക്കാനുള്ള സെറ്റപ്പ് ഉണ്ടായില്ല. ഫ്രിഡ്ജ് പറഞ്ഞാൽ ഇത്ര പോകുന്ന ഫ്രിഡ്ജ്, മിനി ഫ്രിഡ്ജ്. അതാണ്. അങ്ങനെയാണ് ഞങ്ങളുടെ ജീവിതം അവിടെയാണ് സ്റ്റാർട്ട് ചെയ്യണത്. ആലുവയിൽ അല്ലെങ്കിൽ കൊച്ചിയിലാണ് ഞങ്ങളുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യണത്. ഇനി ബാലൻസ് ഉള്ളത് നിങ്ങളടുത്ത് പറയണം എന്ന് ആഗ്രഹമുണ്ട്, നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ അടിയിൽ വന്നിട്ട് കമൻറ്റ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ആ ഒരു റിലേഷൻ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഒളിച്ചോട്ടം എന്ന് പറയണ്ട, നമ്മുടെ ഒരു ജീവിതം, കല്യാണം, അതൊക്കെ ഞങ്ങൾ പോയിണ്ടായിരുന്ന ആ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് എന്നൊന്നല്ല ഞങ്ങൾക്ക് അത് ആലോചിക്കുമ്പോൾ നല്ല സമയം. പക്ഷെ എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. കാരണം എല്ലാവരും ലൈഫ് എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിൽക്കേണ്ട കാര്യം കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടുള്ള ദിവസമാണ്. ബാക്കിയെല്ലാം ഇപ്പോൾ അടിപൊളിയാകും. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഞങ്ങളെ കുറിച്ച്, കാരണം ആലുവയിൽ നിന്ന് പിന്നെ ഞങ്ങൾ ജീവിച്ച കാര്യങ്ങളും ഇതുവരെ ഉള്ളതും ഇനി എന്താ പരിപാടി എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തതും ചെയ്യാന്നുള്ള ഒരു താല്പര്യം വരും. അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങൾക്കും ആഗ്രഹം അതാട്ടോ, ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ അടുത്ത് പറയണമെന്നാണ്. പക്ഷെ നിങ്ങൾ ഈ ലവ് സ്റ്റോറി എന്ന് പറഞ്ഞുകൊണ്ടാണ് ലവ് സ്റ്റോറി എങ്ങനെ കഴിഞ്ഞു, ഏതുവരെ എത്തി, ലവ് സ്റ്റോറിയിൽ നിന്ന് എന്തുണ്ടായി, ഞങ്ങൾ കല്യാണം കഴിച്ചു, കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ആലുവയിൽ നിൽക്കുന്ന സമയത്ത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അറിയണമെങ്കിൽ നിങ്ങൾ ഇതിൽ വന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും എപ്പോഴും പറയണ പോലെ ഇത് 32 മിനിറ്റ് ആണെന്നുള്ളൂ. കഴിഞ്ഞ ദിവസം ചെയ്തത് സെയിം ഡ്രസ്സിൽ എന്നിട്ട് തന്നെ ചെയ്തിട്ടോ, അടിപൊളി തമ്മിലും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക. നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമ്മളെ വലിയ ആൾക്കാരാക്കി തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി അടിപൊളി വീഡിയോസ് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അതേപോലെ നിങ്ങൾക്ക് ഞങ്ങളുടെ അടിപൊളി വീഡിയോസ് കാണാനും പറ്റും. അപ്പോൾ എന്താ, വേറൊന്നുമില്ലല്ലോ പറയാൻ, വേറൊന്നുമില്ല. അപ്പോൾ അത്ര തന്നെ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് കൂടുതൽ എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ എങ്ങനെ സർവൈവ് ചെയ്തു, കല്യാണം കഴിഞ്ഞ സമയത്ത് ഞാൻ സർവൈവ് ചെയ്ത് പറഞ്ഞ ഊബർ ഓടിച്ചിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞുതരാം. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കിട്ടിയില്ലല്ലോ. കഴിഞ്ഞ വീഡിയോയിൽ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറെ എന്ന് പറഞ്ഞാൽ കുറച്ചിങ്ങോട്ട്. പക്ഷെ ഞാൻ അപ്പോൾ വിചാരിച്ചു ഇതുവരെയല്ലോ നിങ്ങൾക്ക് അറിയണ്ടേ. നിങ്ങൾക്ക് ഇനിയും കൂടുതൽ ഞങ്ങളെ പറ്റി അറിയണമെങ്കിൽ അത് നിങ്ങളൊന്ന് പറയണം. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിലല്ലേ ഞങ്ങൾ പറഞ്ഞു തരുള്ളൂ, അല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞ കാണൂലല്ലോ. അപ്പോൾ ബൈ.